പരിപ്പാണ് സാമ്പാർ വെക്കാനാണ് പോണത്. പരിപ്പ് ഇച്ചിരി തോനിട്ടിട്ടുണ്ട്. അപ്പോൾ പരിപ്പ് പറ്റാത്ത ആളുകളുണ്ടാവും ഗ്യാസിൻ്റെ ഒക്കെ. അപ്പോൾ ഗ്യാസ് ഇല്ലാതിരിക്കാൻ നമ്മൾ ഇതിലേക്ക് 2 വെളുത്തുള്ളി ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ ചേന, മത്തൻ, കൊണ്ടംവാഴക്ക, കുമ്പളങ്ങ, വഴുതിനങ്ങ, ക്യാരറ്റ് ഇതാണ് നമ്മൾ കറിയിലിടുന്നത്. ഇനി നമ്മളതിലേക്ക് മുരിങ്ങാക്കായ ചേർക്കുന്നുണ്ട്. പക്ഷെ അതൊന്ന് ഈ പച്ചക്കറി വെന്തതിന് ശേഷം ഇടുള്ളൂ. തക്കാളി, പച്ചമുളകാണ്. പച്ചമുളക് അവനവൻ്റെ എരിവിനനുസരിച്ച് ഇടുക. ഞാൻ മുളക് പൊടി വളരെ കുറവേ ഇടുള്ളൂ. അപ്പോൾ പച്ചമുളകാണ് കാര്യമായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് തോനെ എരിവൊന്നും വേണ്ട. നമ്മൾ കുറച്ച് സാമ്പാർ പൊടി ഇടുന്നുണ്ട്. ബാക്കി നമ്മൾ കടുക് പൊട്ടിക്കുമ്പോഴാണ് ഇടുന്നത്. മഞ്ഞൾപ്പൊടി ഒരു 3/4 സ്പൂണോളം ഇടണുള്ളൂ. നമ്മൾ ഇടുന്നത് കല്ലുപ്പാണ്. നമ്മളിടുന്നത് മല്ലിപ്പൊടിയാണ്. 1 സ്പൂൺ. മുളക് പൊടി വേണോ? മുളക് പൊടി നമ്മൾ ഒരു പിഞ്ച് ഇടണുള്ളൂ. വെള്ളമാണ് ഒഴിക്കുന്നത്. നമ്മൾ തേങ്ങ അരക്കാത്ത സാമ്പാറാണ് വെക്കുന്നത്. തേങ്ങ വേണ്ടവർക്ക് തേങ്ങ അരക്കാം. നമ്മളോട് തേങ്ങ അരച്ച കറിയോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് തേങ്ങ അരക്കാത്ത സാമ്പാർ വെക്കുന്നത്. നമ്മളത് അടച്ച് അടുപ്പിട്ട് വെക്കാൻ പോകുന്നു. തുറന്ന് നോക്കാം. 2 വിസിൽ. നമ്മൾ നേരത്തെ കറിവേപ്പില ഇട്ടിട്ടില്ല. അപ്പം ഞാൻ കറിവേപ്പില ഒന്ന് പിച്ചിട്ടാണ് ഇത്. അപ്പോൾ ഒന്നും കൂടെ സ്മെല്ല് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇടുന്നത് മുരിങ്ങാക്കായാണ്.